നോർത്ത് പറവൂർ കേസരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. UGC നിബന്ധന പ്രകാരം സ്ഥലം ഏറ്റെടുക്കുകയും പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. കേസരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കാൻ നിറഞ്ഞ സന്തോഷത്തോടെ കേസരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുക. പറവൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വൈജ്ഞാനിക വികാസത്തിൽ കാര്യമായ സംഭാവന നൽകുന്ന ഒന്നാകും ഈ കോളേജ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 പതിറ്റാണ്ട് മുൻപ് കേസരി ട്രസ്റ്റ് കീഴിലാണ് ഇവിടെ കേസരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ട്രസ്റ്റിന് കീഴിലുള്ള 1.6 ഏക്കർ ഭൂമി ഉപാധിരഹിതമായി കൈമാറുകയും അവിടെയാണ് ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. തീക്ഷ്ണശാലിയും മാതൃകാ പത്രപ്രവർത്തകനുമായ കേസരിയുടെ ഓർമ്മ നിലനിർത്താനും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ സ്ഥാപനമായി മാറുവാൻ കോളേജിന് കഴിയട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പറവൂർക്കാർക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കേസരി ബാലകൃഷ്ണപിള്ള സാറിന്റെ നാമധേയത്തിലുള്ള ഒരു ഗവൺമെന്റ് കോളേജ് നമുക്കുണ്ടായിരിക്കുകയാണ്. ഞാൻ ആദ്യമായി അതിന് സ്ഥലം വിട്ടു തന്ന കേസരി സ്മാരക ട്രസ്റ്റിന് അതിന്റെ ഭാരവാഹികളോടുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. കേസരി സാഹിത്യോത്സവം ഞങ്ങളെല്ലാം ചേർന്ന് സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഉദ്ഘാടനത്തിനായി എത്തിയ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാനും ശ്രീ S ശർമ്മയും ഞങ്ങൾ അദ്ദേഹത്തിന് വൈപ്പിൻ MLA ഞങ്ങൾ ഒരുമിച്ചാണ് ഈ നിവേദനം കൊടുത്തത്, ഇങ്ങനെ ഒരു കോളേജ് അനുവദിക്കണമെന്ന്. അതിനുശേഷം അദ്ദേഹവും ശ്രീ ശർമ്മയും ഞാനും അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയുണ്ടായി. ഞാൻ ശ്രീ ശർമ്മയോട് കൂടി ഈ അവസരത്തിൽ അക്കാര്യത്തിലുള്ള പ്രത്യേകമായ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ പ്രത്യേകമായ ഒരു താല്പര്യം എടുത്തി. എല്ലാവരും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കോളേജ് അനുവദിച്ചത്. അതിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ആർ ബിന്ദുവിനോടും ഉള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രകടിപ്പിക്കുന്നു. സ്ഥലം വിട്ടു നൽകിയ കേസരി ട്രസ്റ്റിന് അദ്ദേഹം നന്ദി പറഞ്ഞു. മുൻ മന്ത്രി S ശർമ്മ സംസാരിച്ചു. കേസരിയുടെ സ്മരണ നിലനിർത്താൻ കോളേജ് അനുവദിക്കണമെന്നുള്ള ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നുവെച്ചാൽ അന്ന് കൂടിയ ജനങ്ങൾ മുന്നോട്ട് വെച്ചത് യാഥാർത്ഥ്യമാക്കി തരും. കോളേജ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കും എന്ന മുഖ്യമന്ത്രി ഈ ഹാളിന്റെ ഈ ഗ്രൗണ്ടിന്റെ വടക്കേറ്റത്ത് ആണെന്ന സ്റ്റേജ് അനുവദിച്ച് നൽകും എന്ന് മുഖ്യമന്ത്രി ഇവിടെ പരസ്യമായി പറഞ്ഞു. മുൻ MP KP ധനപാലൻ, നഗരസഭാ ചെയർമാൻ രമേശ് T കുറുപ്പ്, MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ TV സുജ, കോളേജ് യൂണിയൻ ചെയർമാൻ ശരവണൻ, കേസരി ട്രസ്റ്റ് പ്രസിഡന്റ് KV സജീവ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ജോബി വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് പത്മൻ എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ്, ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.